മറ്റു വാർത്തകളിലേക്കാണ്. മുതലപ്പൊഴിയിൽ പൊഴി മുറിക്കുന്ന ജോലികൾ തുടരുന്നു. മണൽ നീക്കാനുള്ള നടപടികൾ ആരംഭിക്കും. കണ്ണൂരിൽ നിന്ന് വ്യാഴാഴ്ചയോടെ ഡ്രഡ്ജർ എത്തിക്കുമെന്ന് കരാർ കമ്പനി. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു. വിനയ, മുതലപ്പൊഴിയിൽ പൊഴി മുറിക്കുന്ന ജോലികൾ തുടരുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? വൃന്ദ, കഴിഞ്ഞ ദിവസമാണ് ട്രെഡ്ജർ കമ്പനിയും കരാർ കമ്പനിയും തമ്മിൽ ചർച്ച നടത്തിയത്. ഈ ചർച്ചയിലാണ് പൊഴി മുറിക്കാൻ തീരുമാനമായിട്ടുണ്ടായിരുന്നത്. ഇതിനടിസ്ഥാനത്തിൽ പൊഴി മുറിക്കൽ വേഗത്തിലാക്കാൻ തന്നെയാണ് തീരുമാനം. കൂടാതെ തന്നെ മണൽ നീക്കം വേഗത്തിലാക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട്. അതേസമയം ഈ മണൽ പൂർണ്ണമായും നീക്കാതെ പൂർണ്ണമായും നീക്കുന്നത് വരെ ഈ സമരം തുടരുമെന്ന് തന്നെയാണ് ഈ സമരസമിതി വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം അടക്കം തന്നെ ഈ പൊഴിമുഖത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന മണൽ പൂർണ്ണമായും നീക്കം ചെയ്യാതെ പൊഴി മുറിക്കാൻ സമ്മതിക്കില്ല എന്നായിരുന്നു ഈ സമരസമിതി തീരുമാനിച്ചതെങ്കിൽ പിന്നീട് കരാർ കമ്പനിയും ഈ ട്രെഡ്ജർ കമ്പനിയും തമ്മിൽ ഒരു ചർച്ച നടത്തുകയും ഈ ചർച്ചയിലാണ് വേഗത്തിൽ തന്നെ പൊഴി മുറിക്കണമെന്നും കൂടാതെ തന്നെ ഈ മണൽ നീക്കം വേഗത്തിലാക്കണമെന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനടിസ്ഥാനത്തിൽ പിന്നീട് പൊഴി മുറിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ പൊഴി മുറിക്കുന്ന നടപടികളാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ മണൽ നീക്കം വേഗത്തിലാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂരിൽ നിന്നും ട്രെഡ്ജർ എത്തിച്ച ശേഷം മണൽ നീക്കം വേഗത്തിലാക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ ട്രെഡ്ജർ വേഗത്തിൽ കൊണ്ടുവരും എന്നൊരു ഉറപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഈ സമരസമിതി അടക്കം തന്നെ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഈ പൊഴി മുറിക്കുന്നതിനടക്കം തന്നെ ഒരു സമ്മതമടക്കം നൽകിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ 3 മീറ്റർ നീളത്തിലും 13 മീറ്റർ വീതിയിലുമാണ് പൊഴി മുറിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് കണ്ണൂരിൽ നിന്നും ഒരു ട്രെഡ്ജർ എത്തിക്കുന്നത്. ഈ ട്രെഡ്ജർ കൊണ്ടുവന്ന ശേഷമായിരിക്കും പൊഴിമുഖത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന മണൽ പൂർണ്ണമായും നീക്കുക. ഈ പൊഴിമുഖത്ത് കൂടിയിരിക്കുന്ന മണൽ പൂർണ്ണമായും നീക്കിയാൽ മാത്രമേ പരിസര പ്രദേശങ്ങളിൽ അടക്കം തന്നെ പല വീടുകളിലുമായി വെള്ളം കയറുന്നത് തടയാൻ സാധിക്കൂ എന്നടക്കം തന്നെ സർക്കാർ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരുന്നു. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം അടക്കം തന്നെ MLA യുടെ വീട്ടിലേക്ക് അടക്കം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധ മാർച്ച് അടക്കം സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഈ മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ മത്സ്യത്തൊഴിലാളികൾ അടക്കം തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വന്നതും ഈ പ്രതിഷേധവുമായി MLA യുടെ വീട്ടിലേക്ക് അടക്കം തന്നെ പ്രതിഷേധ മാർച്ച് അടക്കം സംഘടിപ്പിക്കുകയും അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും ഈ പൊഴി നീക്കാൻ സമരസമിതി അനുവദിച്ചതോടുകൂടി തന്നെ കൂറ്റൻ ട്രെഡ്ജർ ഉപയോഗിച്ച് മണൽ നീക്കം വേഗത്തിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാരുമുള്ളത്. ഈ പൊഴി മുറിക്കുന്നതോടെ സമീപ പ്രദേശങ്ങളിലേക്കുള്ള അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നത് പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ UDF ആണ് ഈ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നത്, ജനങ്ങളെ ഈ സമരമുഖത്തേക്ക് കൊണ്ടുവരുന്നത് എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ വ്യക്തമാക്കിയ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ പൊഴി മുറിക്കുന്നതോടെ മാത്രമാണ് മറ്റു പ്രദേശങ്ങളിലേക്ക്, അതായത് ഈ സമീപ പ്രദേശങ്ങളിലേക്കും പിന്നീട് ചർച്ച നടത്തുന്നതും ഈ പൊഴി മുറിക്കാൻ തീരുമാനമാവുകയും ചെയ്തത്. വിനയ, അതോടൊപ്പം തന്നെ നേരത്തെ ഈ മണലടിഞ്ഞ് പൊഴിമുഖം അടഞ്ഞതോടെ ചെറുവെള്ളങ്ങൾ പോലും അടുപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ മറ്റ് സ്ഥലങ്ങളെ ആശ്രയിക്കേണ്ട ഒരു ഗതികേടിലേക്ക് അടക്കം തന്നെ മത്സ്യത്തൊഴിലാളികൾ പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരുന്നു അല്ലേ? തീർച്ചയായും തങ്ങളുടെ പ്രധാനമായിട്ടുള്ള ഒരു ജോലിയാണ് ഈ മത്സ്യബന്ധനത്തിന് പോവുക എന്നുള്ളത്. അത് ഈ പൊഴിമുഖത്ത് മണൽ അടിഞ്ഞതോടുകൂടി തന്നെ തങ്ങൾക്ക് ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല എന്നടക്കം തന്നെ മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 13 ദിവസമായി മത്സ്യബന്ധനത്തിന് പോകാൻ സാധിക്കുന്നില്ല എന്നടക്കം തന്നെ വ്യക്തമാക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള കഴിഞ്ഞ ദിവസങ്ങളിലടക്കം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയായിരുന്നു മുതലപ്പുഴയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ മത്സ്യത്തൊഴിലാളികളടക്കം തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നൊരു സാഹചര്യം. മന്ത്രി സജി ചെറിയാന്റെ വസതിയിലേക്ക് അടക്കം പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ മുതലപ്പുഴി സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും ഈ മത്സ്യബന്ധനത്തിന് പോയി ജീവിക്കുന്ന ആളുകളാണുള്ളത്. ഏകദേശം 20,000-ൽ വരുന്ന ആളുകളാണ് മുതലപ്പുഴയിൽ മാത്രം താമസിക്കുന്നത്. ഇവർ പൂർണ്ണമായും ആശ്രയിക്കുന്നത് ഈ മത്സ്യബന്ധനത്തിന് അല്ലെങ്കിൽ മീൻപിടുത്തം തന്നെയാണ്. എന്നാൽ ഈ പൊഴിയിൽ ഈ മണൽ അടിഞ്ഞതോടുകൂടി തന്നെ വെള്ളങ്ങളൊന്നും തന്നെ കടലിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നു. കഴിഞ്ഞ 12 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിൽ വീണ്ടും മുതലപ്പുഴയിൽ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുന്നത് എന്നടക്കം തന്നെ വ്യക്തമാക്കിയ
ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളടക്കം ഉടലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീടാണ് ഈ മത്സ്യത്തൊഴിലാളികളെ കൊല്ലത്തെ ഹാർബറിലേക്ക് മാറ്റണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ജില്ലാ കളക്ടർമാരോട് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം, കൊല്ലം ജില്ലാ കളക്ടർമാർക്കായിരുന്നു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ജില്ലാ കളക്ടർമാർ ഈ മത്സ്യത്തൊഴിലാളികളോട് സംസാരിച്ചതിന് ശേഷം നടപടി സ്വീകരിക്കാനായിരുന്നു മന്ത്രി സജി ചെറിയാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ ഹാർബർ കൊല്ലത്തേക്ക് മാറ്റണമെന്നൊരു ആവശ്യമായിരുന്നു, അല്ലെങ്കിൽ ഹാർബർ കൊല്ലത്തേക്ക് മാറ്റണമെന്നായിരുന്നു സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ സർക്കാർ തീരുമാനത്തിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. തങ്ങൾ ജനിച്ചു വളർന്ന മണ്ണാണ്, തങ്ങളെ എങ്ങനെ ഇവിടെ നിന്ന് മാറ്റാൻ സാധിക്കും? കൂടാതെ തന്നെ ഇതൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല, തങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ് വേണ്ടത് എന്നടക്കം തന്നെ മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഈ ചർച്ച നടത്തുന്നതും. ആദ്യം ഒരു ചർച്ച നടത്തുകയും അത് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ഈ ഡ്രഡ്ജർ കമ്പനിയും കരാർ കമ്പനിയും തമ്മിൽ ഒരു ചർച്ച നടത്തുകയും ഈ ചർച്ചയിൽ പൊഴി മുറിക്കാൻ തീരുമാനമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. സമരസമിതി പൊഴി മുറിക്കാൻ അനുവാദം നൽകിയിട്ടുണ്ടായിരുന്നത്. എത്രയും പെട്ടെന്ന് ഈ പൊഴി മുറിച്ചതിന് ശേഷം മണൽ നീക്കം പൂർണ്ണമായും, അല്ലെങ്കിൽ മണൽ പൂർണ്ണമായും നീക്കുമെന്നൊരു ഉറപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഈ പൊഴി മുറിക്കാനടക്കം തന്നെ സമരസമിതി ഒരു അനുവാദം നൽകിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ പൊഴി മുറിക്കൽ ജോലി വേഗത്തിലാക്കി മണൽ നീക്കം വേഗത്തിലാക്കാൻ തന്നെയാണ് തീരുമാനം. വൃന്ദ, പിന്നെ അതോടൊപ്പം തന്നെ ഈ മണലടിഞ്ഞ് പൊഴിമുഖം പൂർണ്ണമായും അടഞ്ഞ ഒരു സാഹചര്യത്തിൽ ഈ മത്സ്യവില്പനയ്ക്ക് അടക്കം തന്നെ മറ്റ് ഹാർബറുകളെ ആശ്രയിക്കേണ്ട ഒരു ഗതികേടിലേക്ക് വരെ എത്തി. തീർച്ചയായും അത് തന്നെയാണ് ഈ കൊല്ലത്തേക്ക് ഹാർബർ മാറ്റണമെന്ന് ഒരു ആവശ്യമായിരുന്നു, അല്ലെങ്കിൽ കൊല്ലത്തേക്ക് മാറ്റണമെന്നായിരുന്നു മന്ത്രി സജി ചെറിയാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. അതിനെതിരെയാണ് വ്യാപക പ്രതിഷേധമുണ്ടായതും. അതിന് പിന്നാലെയാണ് പിന്നീട് ഈ മറ്റു ചർച്ചകൾ അടക്കം തന്നെ നടന്നതും. ഇപ്പോൾ ഈ ഒരു തീരുമാനമുണ്ടായിരുന്നു. മുതലപ്പൊഴിയിൽ പൊഴി മുറിക്കുന്ന ജോലികൾ തുടരുകയാണ്. മണൽ നീക്കാനുള്ള നടപടികൾ ആരംഭിക്കും. കണ്ണൂരിൽ നിന്ന് വ്യാഴാഴ്ചയോടെ ഡ്രഡ്ജർ എത്തിക്കുമെന്ന് കരാർ കമ്പനി പറഞ്ഞു. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വിനയ രാജ്. ഇനിയൊരു ഇടവേളയാണ്. കേരള